പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മിഷൻ ലീഗ് പ്രവർത്തകരെ, ഈ വർഷത്തെ 2025 ക്രിസ്മസ് വന്നണഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഏവർക്കും ആദ്യമായി ക്രിസ്മസിൻ്റെ മംഗള ആശംസകൾ നേരുന്നു. മനുഷ്യരുടെ വെളിച്ചമായ വചനമായ ദൈവത്തെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം പരിചയപ്പെടുന്നു. ഇരുളിൽ പ്രകാശിക്കുന്ന, ഇരുളിന് കീഴടക്കാനാകാത്ത വചനമായ ദൈവം മനുഷ്യനായി കാലിത്തൊഴുത്തിൽ അവതരിച്ചതിൻ്റെ അനുസ്മരണമാണ്, ആഘോഷമാണ് ഓരോ ക്രിസ്മസും. ഡിസംബർ 1 മുതൽ നോമ്പും പ്രാർത്ഥനയും പരിത്യാഗവുമായി നാം ക്രിസ്മസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി നിന്ദനവും പീഡനവും ഏറ്റുവാങ്ങുന്ന ഒരു മനുഷ്യപുത്രൻ്റെ വാങ്മയ ചിത്രം പ്രവാചകൻ വരച്ചു കാണിക്കുന്നു. ഓരോ മനുഷ്യൻ്റെയും പാവങ്ങൾ സ്വന്തം ചുമലിൽ വഹിച്ചുകൊണ്ട് ഇനി ജനിക്കാനിരിക്കുന്ന ശിശുവിൻ്റെ പാവം കൂടി സ്വന്തം ചുമലിലേറ്റി കാൽവരിയിൽ ഒരു നമുക്കായി ബലിയായി തീർന്ന ആ മനുഷ്യപുത്രൻ്റെ തിരുപ്പിറവിയാണ് ക്രിസ്മസ് ആഘോഷം. ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ആഘോഷം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പരിചിന്തനം നടത്തുന്നത് ഉപകാരപ്രദമായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ഏറ്റവും പേരുകേട്ട ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനായ BBC-യിലൂടെ ക്രിസ്മസ് ആഘോഷത്തെക്കുറിച്ചുള്ള ഒരു പരാമർശത്തിനിടയിൽ ഒരു ഡെഫിനിഷൻ എന്ന നിലയിൽ ക്രിസ്മസ് ഈസ് ദ സെലിബ്രേഷൻ ഓഫ് സാന്താക്ലോസ് എന്ന് പരാമർശിക്കുകയുണ്ടായി. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. കേന്ദ്രബിന്ദുവിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന ആഘോഷം, ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആഘോഷം, ക്രിസ്മസ് സാന്താക്ലോസിൻ്റെ ആഘോഷമായും പോകാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു വന്ന് പിറക്കാനായി അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമാകട്ടെ ഈ ക്രിസ്മസ് കാലം, ഈ ക്രിസ്മസ് ആഘോഷം എന്ന്